നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായ അമേരിക്കയിൽ നിന്നുള്ളതാണ്. 78 വയസ്സുള്ള റിച്ചർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം റിട്ടയർമെന്റിൽ നിന്ന് പുറത്തു വന്നു. റിട്ടയർമെന്റ് പ്രായമായി കാണാൻ സാധിക്കും. അദ്ദേഹം അവശനാണ്, നടക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം ചെലവുകൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി അദ്ദേഹം ഡോ ഡാഷ്, ഇവിടുത്തെ ഊബർ ഈറ്റ്സ് പോലുള്ള ഒരു കമ്പനിയുടെ വേണ്ടി അദ്ദേഹം ഭക്ഷണം ഡെലിവറി ചെയ്യാൻ വരുന്ന ഒരു വീഡിയോ ഒരു യുവതി അവർ റിംഗ് ക്യാമറയിൽ കൂടി പകർത്തി അത് ഷെയർ ചെയ്ത് അത് വൈറലായി മാറി. അദ്ദേഹത്തിന് ഒരു ഗോ ഫണ്ട് മീ ക്യാമ്പയിൻ ആരംഭിച്ച് ഏകദേശം $1 മില്യൺ അമേരിക്കയിലെ നല്ല മനസാക്ഷിയുള്ള ആളുകൾ സമാഹരിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. റിംഗ് ക്യാമറയിൽ കൂടി കണ്ടതുകൊണ്ട് റിച്ചർഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ പുറത്തു വന്നു. അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ ഒരു തുക അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജോലി പോയത് കൊണ്ട് ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകാതെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏകദേശം $2000 മാസം, അതായത് 1,50,000 ഏകദേശം മരുന്നിന് ചിലവാകും. അത് സാധിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഭക്ഷണം ഡെലിവറി ചെയ്യാൻ 78 വയസ്സിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് റിച്ചാർഡുമാരെ കണ്ടിട്ടുണ്ട്. പലരും പല ജോലികൾ ചെയ്യുന്നു, കടകൾ നിൽക്കുന്നു, പലരും സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുന്നു, പല ചായക്കടകളിലും വർക്ക് ചെയ്യുന്നു, കൺവീനിയൻസ് സ്റ്റോറുകളിൽ വർക്ക് ചെയ്യുന്നു. റിട്ടയർമെന്റ് ഏജ് ആയ ശേഷം അമേരിക്ക ഏറ്റവും സമ്പന്നമായ രാജ്യമാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തു പ്രായമായിക്കോട്ടെ, എന്നാൽ പോലും ഒരു കൊച്ചുകുട്ടിയായാൽ പോലും അവിടുത്തെ ഇക്കോണമിക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു കോൺട്രിബ്യൂട്ട്. ഒരു പെനിയെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആരംഭിക്കും അവൻ്റെ ചിലവുകൾ. അമേരിക്കയിൽ ഒരു കുട്ടിയെ വളർത്താനാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. അതായത് കുഞ്ഞു കുട്ടികൾ അവരുടെ അവരുടെ പ്രോട്ടീനും സ്റ്റിമുലൻസും പിന്നെ സാധനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മരിക്കുന്നവരെ ഇവിടെ നല്ലൊരു മരിച്ചിടക്ക് കിട്ടണമെങ്കിൽ പോലും ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയോളം വേണം. നല്ലൊരു ഫ്യൂണറൽ, നല്ലൊരു ശവമടക്ക് പോലും, അതായത് ശവമടക്കി, അതായത് അവസാനം ആ മണ്ണിൽ ഇറക്കുന്നത് വരെ ഏകദേശം ചിലവാണ്. അതായത് അതാണ് ഇവിടുത്തെ ഇക്കോണമി, അങ്ങനെയാണ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. കാരണം കോൺട്രിബ്യൂട്ട്, അതായത് ഞാൻ റിട്ടയർമെന്റ് ആയി 65 വയസ്സ് കഴിഞ്ഞു, എന്റെ നല്ല കാലഘട്ടത്തിൽ ജോലി എടുത്തു, ടാക്സ് അടച്ചു, സാധനങ്ങൾ വാങ്ങിച്ചു, അങ്ങനെ ടാക്സ് കൊടുത്തു, ഇനി എനിക്ക് വിശ്രമിക്കണം എന്നുള്ളത് ഇവിടെ നടക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ ഇതിന് പ്രിപ്പയർഡ് ആണോ, നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഈ വീഡിയോന്റെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത്. 65 വയസ്സ് അല്ലെങ്കിൽ 68 അമേരിക്കയിൽ, 67 റിട്ടയർമെന്റ് ഏജ്. അതുവരെ പലരും ജോലി എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി, 401k, റിട്ടയർമെന്റ് പെൻഷൻ, ഒരുപാട് കാര്യമുണ്ട്. ഒരുപാട് പേര് പറയുമായിരിക്കും എനിക്ക് പെൻഷൻ ഉണ്ട്, റിട്ടയർമെന്റ് 401k ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി വരാൻ പോകും, ഞാൻ പറയുന്നത് ഈ തലമുറയെ പറ്റിയല്ല, ഇനി കടന്നു വരാൻ പോകുന്ന തലമുറയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യകാലം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ്. 80കളിൽ വന്ന കാലഘട്ടത്തിന്റെ സമൂഹം ഓൾഡ് ഏജ് ആയി അവരിപ്പോൾ റിട്ടയർമെന്റിലേക്ക് കടന്നിരിക്കുന്നു. അവർക്കൊക്കെ നല്ല പാക്കേജ് ഉണ്ട്. പലർക്കും ശമ്പളം കൂടുതലാണ്, അതായത് അവരുടെ ശമ്പള കാലഘട്ടത്തിലേക്കാണ് പൈസ കൂടുതലാണ് റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന തലമുറ ഇന്ന് അങ്ങനെയല്ല. കമ്പനീസ് ഒക്കെ പെൻഷൻ എന്നുള്ളത് നാമമാത്രമായ പെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് പെൻഷൻ ഇല്ല, അവസാനിപ്പിച്ചു. 401k അതുപോലും അത് വെട്ടിക്കുറക്കുകയാണ്, ആനുകൂല്യങ്ങൾ കുറയുകയാണ്. നിങ്ങൾ റെഡിയാണോ റിട്ടയർമെന്റിനെ പറ്റി? ശരിയാണ്, ഒരു കാലചക്രമാണിത്. ഈ പ്രായം ഒരുപക്ഷെ നമ്മളെയും തേടി വരുമ്പോൾ നമ്മൾ തയ്യാറാകുമോ? ഒരു റിച്ചാർഡായി മാറുമ്പോൾ നിങ്ങളും ഞാനും ഒക്കെ, എനിക്കും എല്ലാവർക്കും ബാധകമാണ്. കാലചക്രം മാറി വരും. ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ 78 വയസ്സിൽ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് വല്ല കടയിൽ ജോലിക്ക് പോകേണ്ടി വരുമോ? എന്തായി മാറും? കാലം വളരെ മോശമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത സാഹചര്യം എന്ന് പറയുന്ന അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ റിട്ടയർമെന്റിൽ നിന്ന് കടന്നു വരികയാണ്. ഇൻഫ്ലേഷൻ ഇസ് ക്യാച്ചിങ് അപ്പ്. 4%, 5%, 6% വെച്ച് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ഒരു തുക കൈ കരുതുമായിരിക്കും. ഒരു 2 കോടി രൂപ കയ്യിലുണ്ട്, അതുകൊണ്ട് സുഖമായി ജീവിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടുള്ള അസുഖം, ഈ പറഞ്ഞ റിച്ചർഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ അസുഖമാണ് അവരെ തളർത്തി കളഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തന്നു എന്ന് വരും. $2000 ഒരു മാസം അവർക്ക് മരുന്ന് ചിലവഴിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാലഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ തയ്യാറാണോ? ജീവിത കാലഘട്ടത്തിൽ വ്യക്തമായ പ്ലാനിങ് വേണം.
ഞാൻ ഇന്ന് തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഇനിയുള്ള ഹൈ പാക്കേജ് ജോലികളൊന്നും ഇല്ല. അതായത് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി 4 വർഷം മാസ്റ്റേഴ്സ് പഠിച്ചു, 4 വർഷം മാസ്റ്റേഴ്സ് ഇല്ല, ബാച്ചിലേഴ്സ് പഠിച്ചു, 2 വർഷം മാസ്റ്റേഴ്സ് ചെയ്തു, എനിക്കൊരു 100,000 ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഹൈ പേയിങ് ജോബ്സോ അല്ലെങ്കിൽ പാക്കേജ് ഒന്നുമില്ല, ഗിഗ്സിന്റെ കാലഘട്ടമാണ്. ഞാൻ മുമ്പ് പറഞ്ഞാണ് പല വീഡിയോകളിലും. അതായത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമ്പനികൾ വിളിക്കും, ജോലി എടുപ്പിക്കും, പറഞ്ഞു വിടും, കോൺട്രാക്ടിങ്. ഇത് സോഫ്റ്റ്വെയർ മാത്രമല്ല, ഈ AI എല്ലാ തര കാലഘട്ടത്തിലേക്കും വരുമ്പോൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾ തയ്യാറാണോ? ഇതുപോലെ അതായത് ആവശ്യം പോലെ കാലഘട്ടത്തിൽ ഇനിയെങ്കിലും വിവേകത്തോടെ പണം ഉപയോഗിക്കുക. ഞാൻ അടുത്ത കാലത്ത് ഒരു വ്യക്തിയുമായി സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു വണ്ടി വാങ്ങാൻ പോയപ്പോൾ കാർ ഡീലർഷിപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 11%. അതായത് 11% ഇൻട്രസ്റ്റ് റേറ്റിൽ വണ്ടി വാങ്ങിച്ചു ഓടിക്കുന്ന മലയാളിയോട് ഞാൻ പറയുകയാണ്, അത് വലിയ ഈ പൊങ്ങച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണ്, പൊങ്ങച്ചം കാണിക്കാൻ വീട് വാങ്ങാം, അല്ലെങ്കിൽ മോശമായ കാര്യമൊന്നുമില്ല. പക്ഷേ ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾ ആരെയാണ് സമ്പന്നരാക്കാൻ ശ്രദ്ധിക്കുന്നത്? കാർ ഡീലർഷിപ്പിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയാണോ നിങ്ങൾ ആരെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈസി? അതായത് ഇപ്പോൾ യുദ്ധം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണുന്നതാണ്. നിങ്ങളുടെ സേവിങ്സ് നിമിഷ നേരം കൊണ്ടായിരിക്കും ഡ്രെയിൻ ആയി പോകുന്നത്. അതായത് സമയാസമയം ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക, നല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, എവിടെയാണ് പണം ഇൻവെസ്റ്റ്. നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. എന്നോടൊക്കെ പല സുഹൃത്തുക്കളും 50 വയസ്സ് 55 വയസ്സായ പലരും ചോദിക്കാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ പണം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ബുദ്ധിപൂർവ്വം നിങ്ങൾ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഒരു വെൽത്ത് പ്ലാനേഴ്സിന് ആവശ്യമൊന്നുമില്ല. ഇന്റർനെറ്റിൽ നല്ല ഇൻഫർമേഷൻസ് ഉണ്ട്. കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വളരെ മോശമാണ് 78ാമത്തെ വയസ്സിൽ ഇതുപോലെ വടിയും കുത്തിപ്പിടിച്ച് ഒരു പക്ഷേ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അത് വരുന്ന മോശമല്ല, ജോലി എടുക്കണം, എന്നാൽ പോലും ശരീരം അനുവദിക്കാത്ത കാലഘട്ടത്തിൽ ജോലിക്ക് പോകുക എന്ന് പറയുന്നത് അസഹനീയമാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ. ആരോഗ്യമുള്ള കാലത്ത് നല്ല പോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. സമയം പെട്ടെന്നാണ് കടന്നു പോകുന്നത്. 10 വർഷം 20 വർഷമൊക്കെ പടപടാന്ന് കടന്നു പോകും. ഏർലി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് ഏർലി ഇൻവെസ്റ്റ്മെന്റ്. 401k പോലുള്ള റോത്ത് IRA പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കുട്ടികളെ ചെറുപ്പത്തിലേ ആരംഭിക്കുക.